എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എമ്പുരാൻ മൂവിയുടെ ട്രെയിലർ ഇന്ന് വെളുപ്പിനെ അതായത് ഇന്ന് രാത്രിയിൽ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 2 മില്യൺ അധികം വ്യൂസ് ഇപ്പം തന്നെ ആയിട്ടുണ്ട് വിത്തിൻ ഒരു 7-8 മണിക്കൂറിനുള്ളിൽ തന്നെ. സോ നമുക്ക് ഈ ട്രെയിലറിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. 3 പേരാണ് ലൈക്ക, അതുപോലെ തന്നെ നമ്മുടെ ആശീർവാദ്, ഗോപാലിൻ്റെ സ്വന്തം ഗോകുലം മൂവീസാണ് നമുക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലൈക്കയുടെ പേര് അവർ ഇതുവരെ എടുത്ത് കളഞ്ഞിട്ടില്ല. ട്രെയിലറിനകത്ത് കാണിക്കുന്നത് നമ്മുടെ പോസ്റ്ററിനകത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും ഉണ്ട്. ദി മേജർ മിസ്സിങ് ആയിട്ടുള്ളത് ആ ഒരു ഡ്രാഗണിൻ്റെ ഒരു ഷർട്ട് ധരിച്ച ഒരാളുടെ ആയിരുന്നു. അത് ഇതിനകത്തും ഉണ്ട്. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് പോസ്റ്റർ റിവീൽ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും അതിൽ തന്നെ ഉണ്ട്. സ്പെഷ്യലി സുരാജേണൊക്കെ ആണെന്നുണ്ടെങ്കിലും നാട്ടിൽ നടക്കുന്ന എന്തോ ഒരു പ്രശ്നവുമായിട്ട് ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു കഥയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, ലൂസിഫർ മൂവി അവസാനിക്കുന്നത് ഖുറേഷി അബ്രാമിൻ്റെ ഒരു വേൾഡിലേക്കാണ്. ഈ മൂവി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ ഷാജോൺ ചേട്ടനൊക്കെ ഈ മൂവിയിൽ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ഷാജോൺ ചേട്ടനൊക്കെ ഈ മൂവിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഉണ്ട് ഇപ്പോഴും. ലാലേട്ടൻ്റെ കുറച്ചുകൂടെ ഒരു യങ്ങറായിട്ടുള്ളൊരു വേർഷൻ, അതായത് ഷാജോൺ ചേട്ടനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല അത്യാവശ്യം താടിയൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു ക്യാരക്ടറാണ്. ലൂസിഫർ ഫസ്റ്റ് പാർട്ടിൽ ഷാജോൺ ചേട്ടനും താടിയൊന്നും ഇല്ലായിരുന്നു. അത് പറഞ്ഞു വന്നത് നമ്മുടെ ഷാജോൺ ചേട്ടൻ്റെയും ലാലേട്ടൻ്റെയൊക്കെ ഒരു കുറച്ചുകൂടെ ഒരു യങ്ങറായിട്ടുള്ളൊരു വേർഷൻ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ലാലേട്ടൻ്റെ ആ ഒരു ഇൻട്രോ സീനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നാട്ടിൽ എന്തോ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീണ്ടും ഖുറേഷി അബ്രാം വീണ്ടും നാട്ടിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതിനിടയിൽ തന്നെ സായദ് മസൂദ്, അതായത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു വലിയൊരു സ്റ്റോറിയും ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ കാണിക്കുന്ന നോർത്ത് ഇന്ത്യ സൈഡെല്ലാം കാണിക്കുന്നത് സായദ് മസൂദ്, അതായത് പൃഥ്വിരാജിൻ്റെ ഒരു ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോറി ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അതിനകത്ത് ഇതുപോലെ തന്നെ പറയുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നു ടോബിനോ തോമസ് ആണ് വില്ലൻ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. എന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് പറയാനെ കൊണ്ട് ഇതിനകത്ത് മഞ്ജു ചേച്ചിനകത്ത് ഇടയ്ക്ക് പറയുന്നൊരു ഡയലോഗുണ്ട്. രക്തബന്ധത്തിൽ ഇപ്പോൾ ജാൻവി, അതായത് സാനിയ അയ്യപ്പൻ്റെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് കാണാം ഷാജോൺ ചേട്ടനൊക്കെ താടിയൊക്കെ വെച്ചിട്ടുള്ളൊരു ഇതാണ്. ഇതിനകത്ത് മോഹൻലാലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നരയൊന്നും അധികം കാണാതെ കംപ്ലീറ്റ് നല്ല ഈ പറഞ്ഞ ഹെയറൊക്കെ നല്ല കറുത്തിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് യങ്ങർ വേർഷനാണ് തോന്നുന്നത്. ഇതിനകത്ത് നമുക്ക് ഡീകോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പടം തന്നെ കാണേണ്ടി വരും. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് പറയാനായിട്ട് ഖുറേഷി അബ്രാമിൻ്റെ വേൾഡ്, അതുപോലെ തന്നെ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ ആ പുള്ളിക്കാരൻ്റെയൊക്കെ ക്യാരക്ടേഴ്സൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ സീനൊക്കെ കാണുമ്പോൾ കറക്റ്റ് KGF ഒരു ലെവൽ തന്നെ. KGFിൽ മറ്റേ ആ ഒരു മലയുടെ അടിവാരത്ത് നിന്ന് നമ്മൾ മറ്റേ ഷൂട്ട് ചെയ്യുന്നൊരു സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. സായദ് മസൂദിൻ്റെ ഒരു ചെറിയ കാലഘട്ടം, അന്ന് സംഭവിക്കുന്ന കുറച്ച് ഇൻസിഡൻസ്, പിന്നെ സായദ് മസൂദിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പയ്യന്, അതാരാണെന്ന് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ ഏറ്റവും ഇതായിട്ട് നിൽക്കുന്നതെന്ന് പറയാനെ കൊണ്ടിട്ട് ആ വില്ലൻ്റെ പോസ്റ്ററിൽ നമുക്ക് ആദ്യം വന്ന പോസ്റ്ററിനകത്ത് വൈറ്റ് ഷർട്ടിൻ്റെ ബാക്ക് വശത്ത് റെഡ് ഡ്രാഗൻ്റെ ആയിരുന്നു. ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്ലാക്ക് ഷർട്ടിൻ്റെ ബാക്ക് വശത്ത് ഒരു ഡ്രാഗൻ്റെ ഒരു സിമ്പിളാണ്. എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. ഈ കാണുന്ന സീനെല്ലാം നമുക്ക് മനസ്സിലാവും സായദ് മസൂദുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സുമായിട്ട് ആണ് ഇത് മുന്നോട്ട് പോകുന്നത്. ലാലേട്ടൻ ഫാൻസിന് ഏറ്റവും കൂടുതൽ കിടിലൻ ഇതായിട്ടിരിക്കുന്നത് ഈ ഒരു സീനായിരിക്കും. ലൂസിഫറിനകത്ത് മറ്റേ ഒരു ഫൈറ്റ് സീക്വൻസിൽ മറ്റേ വട എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ ഒരു സീനൊക്കെ ഇതിനകത്ത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഇതൊക്കെ തിയേറ്ററിലേക്ക് പോകാനുള്ള ആൾക്കാരുടെ ഹൈപ്പ് കൂട്ടും എന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. ഈ ഒരു സിമ്പിൾ, ഈ തോക്കിൻ്റെ ഒരു സിമ്പിൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഈ ട്രെയിലറിൻ്റെ ഒരു പോസ്റ്ററുണ്ട്. ആ പോസ്റ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും ഈ ഒരു സിമ്പിൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതെന്താണെന്നുള്ളത് നമ്മൾ ഡീകോഡ് ചെയ്തെടുത്തിട്ടില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. ഫ്രെയിംസിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ കിഡിലൻ ഫ്രെയിംസാണ് എല്ലാം. ഈച്ച് ആൻഡ് എവറി ഫ്രെയിംസ് നല്ല കിഡിലൻ ക്വാളിറ്റിയിലാണ് അവരെടുത്തിട്ടുള്ളത്. ഇവർ പറഞ്ഞ പോലെ തന്നെ IMAXിൽ തന്നെ പോയി കാണുക, അത്രയേ ഉള്ളൂ.